വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയറിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. കാരണം ഇനി നമ്മുടെ മുമ്പിൽ വളരെ കുറച്ച് ദിവസം മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ആ കുറച്ച് ദിവസത്തിനുള്ളില് നമ്മൾ ഇനി പുതിയത് ഒന്നും പഠിച്ചിട്ട് യാതൊരുവിധ കാര്യമില്ല. അതൊന്നും നമ്മുടെ മനസ്സിലിരിക്കാൻ പോകില്ലേ. നമ്മൾ എന്താ ചെയ്യണ്ടേ? പഠിച്ച കാര്യങ്ങള് ഭംഗിയായിട്ട് വീണ്ടും വീണ്ടും പഠിക്കുക, അതായത് റിവൈസ് ചെയ്യാന്നുള്ള കാര്യം ചെയ്യണ്ടേ. ഇപ്പൊ രണ്ട് കാറ്റഗറിയിലുള്ളത്, ഒന്ന് മാത്സ് നന്നായി ചെയ്യുക, പിന്നെ ജി കെ പോർഷൻസും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ഒക്കെ പഠിക്കുക. അപ്പൊ നമുക്ക് ഇന്ന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ജി കെ ക്വസ്റ്റ്യൻസ്, പ്രധാനപ്പെട്ട കുറച്ച് ജി കെ ക്വസ്റ്റ്യൻസ് പഠിച്ചാലോ? ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായി പങ്കുവഹിച്ച ആദ്യത്തെ സമരമേത്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സമരം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ സമരം അല്ലെ, ചമ്പാരൻ. ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ് കേട്ടോ ഗാന്ധിജിയുടെ നേതൃത്വത്തില് ഇന്ത്യയിൽ നടന്നിട്ടുള്ളത് അല്ലെ. ഇനി ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടുള്ളത് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയുമായി ബന്ധമില്ലാത്തത് ആര് എന്നുള്ളതാണ്. മൂന്ന് പേർക്ക് ബന്ധമുണ്ട്, നാല് പേരെ പേര് തന്നിട്ടുമുണ്ട്. അപ്പൊ ഒരാളാണ് ബന്ധമില്ലാത്തത്. നമ്മൾ ബന്ധമില്ലാത്ത ആളുടെ പേര് പഠിച്ചിട്ട് കാര്യമില്ല, നമ്മൾ ബന്ധമുള്ളവരുടെ പേര് പഠിക്കണം. ഒന്ന് ചന്ദ്രശേഖർ ആസാദ്. ചന്ദ്രശേഖർ ആസാദ് ഇതുമായി ഇതിന്റെ സ്ഥാപക നേതാവാണ് അദ്ദേഹം. അടുത്തത് ആരാണ്? ഭഗത് സിംഗ്. ആരാണ്? ഭഗത് സിംഗ്. അടുത്തതാരാണ്? രാജ്ഗുരു. ഇപ്പൊ രാജ്ഗുരു, ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ് തുടങ്ങിയവർ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷനുമായി ബന്ധപ്പെട്ടവരാണ്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത് പറയാണ് നിർദ്ദേശക തത്വങ്ങൾ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അഥവാ നിർദ്ദേശക തത്വങ്ങൾ. ഈ നിർദ്ദേശക തത്വങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ ഏത് കോടതിയെ സമീപിക്കണം? ജില്ലാ കോടതിയാണോ, മുൻസിഫ് കോടതിയാണോ, സുപ്രീം കോടതിയാണോ? കുറെ കോടതികൾ തന്നിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? കോടതിയെ സമീപിക്കാനാവില്ല. എന്താ ഉത്തരം? ഒരു കോടതിയും സമീപിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. നിർദ്ദേശക തത്വങ്ങൾ കോടതി മുഖാന്തരം നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല. ക്ലിയർ ആയില്ലേ? അടുത്തത് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം. ഇന്ത്യൻ നാഷണൽ ആർമി അതിന്റെ വനിതാ വിഭാഗം മേധാവിയായ മലയാളി ആരാണ്? ഏതാ മലയാളി? ക്യാപ്റ്റൻ ലക്ഷ്മി. ആരാണ്? ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. അടുത്ത ചോദ്യം, സമപന്തി ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠസ്വാമി അല്ലെ. വൈകുണ്ഠസ്വാമി എന്ത് നടത്തി? സമപന്തി ഭോജനം നടത്തി. അടുത്തത് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. എന്താണ് ദ ട്രാൻസ്ഫർ? ഒരു ബുക്കാണ്. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര്? ഈ പുസ്തകം ആരെ രചിച്ച്? വി പി മേനോൻ. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആരുടെയാ? വി പി മേനോന്റെയാണ് കേട്ടോ. ഇനി വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ എന്താണ്? എഡ്യൂക്കേഷനെ, വിദ്യാഭ്യാസത്തെ കൾച്ചർ അഥവാ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച 1979 രൂപീകരിച്ച സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ്. എന്താണ്? സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ്. ഈ സംഘടന ഉണ്ടല്ലോ, ഇതിന്റെ ആസ്ഥാനം എവിടെയാണെന്ന്? സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് ആണ് കേട്ടോ. ആ ട്രെയിനിങ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. എവിടെയാ? ന്യൂഡൽഹി. ക്ലിയർ ആയില്ലേ മക്കളെ? അടുത്തത് നോക്കൂ. അടുത്ത ചോദ്യം എന്താ വെച്ചാല് പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക. എന്താണ്? പുതിയ സഹസ്രാബ്ദത്തിലേക്ക്, പുതിയ സഹസ്രാബ്ദം, അതിലേക്ക് ആരെ നയിക്കുക? ഇന്ത്യയെ നയിക്കുക. ഇന്ത്യയെ
നയിക്കുക, പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം എന്നാ വന്നേ? 1956. അപ്പോ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ലക്ഷ്യം എന്താ? പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക. എന്നാ ദേശീയ വിദ്യാഭ്യാസ നയം വന്നേ? 1986. ക്ലിയർ ആയില്ലേ മക്കളെ? വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി കേരളത്തിലെ ദേശീയ ജലപാത ഏത്? ഏതാ? NW3. NW3. ഗ്രാമസഭയുടെ കൺവീനർ ആര്? ആരാ ഗ്രാമസഭയുടെ കൺവീനർ എന്ന് പറഞ്ഞ എല്ലാവരും? വാർഡ് മെമ്പർ ആണ് കേട്ടോ. ആരാണ്? വാർഡ് മെമ്പർ ആണ് ഗ്രാമസഭയുടെ കൺവീനർ. പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ്. പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് അല്ലെ? പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് സ്ഥലത്താ നടന്നേ? എറണാകുളത്താ നടന്നേ. എവിടെയാ നടന്നേ? എറണാകുളത്താ നടന്നേട്ടാ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം. ചോദ്യം എങ്ങനെയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മകമായ ശൈലിയിൽ എഴുതിയതാര്? ദൈവമേ, ഇനിയിപ്പൊ കാവ്യാത്മകമൊക്കെ ആയിട്ട് വേറെ വല്ലവരും എഴുതിണ്ടാവോ എന്നാണ് നമ്മൾ ആലോചിക്കുക. അങ്ങനെയൊന്നുമില്ല മക്കളെ. ആമുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണത്? ജവഹർലാൽ നെഹ്റു. ആരാ? കാവ്യാത്മക ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ഇനി ഇന്ത്യയുടെ സാമ്പത്തിക വർഷം ഏതാ അറിയോ നിങ്ങൾക്ക്? ഇന്ത്യയുടെ സാമ്പത്തിക വർഷം എപ്പോഴാ തുടങ്ങി എപ്പോഴാ തീരുക? ഏപ്രിൽ 1 തുടങ്ങും, മാർച്ച് 31. ഏപ്രിൽ 1 തൊട്ട് മാർച്ച് 31 വരെ കേട്ടോ. ഇനി 2024 G20 അതങ്ങനെ ഒരു ഇത് നമ്മുടെ കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. കറണ്ട് അഫയേഴ്സിൽ നമ്മൾ പഠിക്കുന്നതുമാണ്. എന്നിരുന്നാലും ഇത് കണ്ടപ്പോ ടീച്ചർക്ക് ഒന്ന് പറഞ്ഞിരുന്നു തോന്നി. 2024 G20 എവിടെയാണ്? ബ്രസീലാണ് കേട്ടോ. 2024 എവിടെയാണ്? ബ്രസീൽ. ചോദിക്കാനുള്ള സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. കറണ്ട് അഫയേഴ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോട്ട് എന്താണ്? സോളാർ ടൂറിസം ബോട്ട്, സൗരോർജ വിനോദസഞ്ചാര ബോട്ടിന്റെ പേരെന്താ അറിയോ നിങ്ങൾക്ക്? ഇന്ദ്ര എന്നാണ് കേട്ടോ. എന്താണ്? ഇന്ദ്ര. ഇനി നിപ്പ രോഗം. നിപ്പയെ കുറിച്ച് പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയാം. നിപ്പ വൈറസ് അല്ലെ? നിപ്പ രോഗത്തിന് ടീച്ചർ ഉത്തരം തന്നെ പറഞ്ഞു. നിപ്പ രോഗത്തിന് കാരണമായ രോഗകാരി ആരാണ്? നിപ്പ വൈറസ് ആണ്. ടീച്ചറുടെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടോ മക്കളെ? ടീച്ചർക്ക് ചുമയാണ്. അപ്പൊ അതുകൊണ്ടാണ്. പിന്നെ പറഞ്ഞിട്ടുണ്ടായില്ലേ ഒരു മരണം വീട്ടിൽ നടന്നു. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് മഴയൊക്കെ കൊള്ളേണ്ടി വന്നു. അതുകൊണ്ടാണ് കേട്ടോ. ഇനി അടുത്തത് നോക്കുവോ? ധവളപ്രകാശം ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തെ എന്തു വിളിക്കുന്നു? എന്താ വിളിക്കണേ? പ്രകീർണനം ട്ടാ. ധവളപ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം പ്രകീർണനം. നിങ്ങൾക്കറിയാം, ഒരു വീട്ടിൽ മരണം നടന്നാൽ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവുന്നു. എന്നിട്ട് വരെ രാത്രി പാതിരക്കാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 18-ാം തീയതി എക്സാം ആണ്. എന്റെ കുട്ടികളാരും എന്താ പറയാ റിവിഷൻ ചെയ്യാണ്ടിരിക്കരുത്. അപ്പൊ അവർക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് ഉദ്ദേശിച്ച് തരണതാ. അപ്പൊ ടീച്ചർ ആത്മാർത്ഥയ്ക്ക് നിങ്ങൾ എന്താണ് ഇത് പഠിച്ചിട്ട് വേണം ടീച്ചർക്ക് ലിസ്റ്റിൽ കയറിയിട്ട് വേണം ടീച്ചർക്ക് അതിനുള്ള ഉത്തരം തരാൻ കേട്ടോ. ഇനി അടുത്തത്, ഉറുമ്പ് കടിക്കുമ്പോ നമുക്ക് ഭയങ്കര വേദനയാ അല്ലെ? ആ ഉറുമ്പ് കടിക്കുമ്പോൾ ഉള്ള വേദന നമ്മുടെ ശരീരത്തിൽ ഉറുമ്പ് ഒരു ആസിഡ് കുത്തിവെക്കണ കാരണം. ഏതാണ് ആസിഡ്? ഉറുമ്പ് കടിക്കുമ്പോ നമ്മുടെ ശരീരത്തിൽ എന്ത് ആസിഡാ കയറുക? ഫോർമിക് ആസിഡാ കയറുകയെന്ന്. എന്താ ആസിഡിന്റെ പേരെന്താന്ന്? ഫോർമിക് ആസിഡ് കേട്ടാ. എന്നത് മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ചത് ഏത് ശാസ്ത്രജ്ഞനാണെന്ന്? മൂലകങ്ങളെ വർഗീകരിച്ചത് ആന്റോണിയോ ലാവോസിയെ ആയിരുന്നു. ആരാണ്? ലാവോസിയെ. ആരാണ്? ലാവോസിയെ ആണ് കേട്ടോ. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യ ചാന്ദ്രവാഹനം ഏതാണ്? ചന്ദ്രയാൻ 3. ചന്ദ്രയാൻ 3 ആണ്. മന്ദരോഗം പരത്തുന്ന കൊതുക് ഏതാണ്? മന്ദരോഗം പരത്തുന്ന കൊതുക് ക്യൂലക്സ് കൊതുകാണ്. രക്തത്തിലെ
ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഏതാണ്? ഏതാണ്? ഇരുമ്പാണ്. ലോകത്തിൽ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? എഡ്വേർഡ് ജെന്നറാണ്. ആരാണ്? എഡ്വേർഡ് ജെന്നറാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ അന്നത്തെ ക്ലാസ്സില്. അപ്പൊ കുറച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രധാനപ്പെട്ടത് നമുക്ക് ഡെയിലി പരീക്ഷ വരെ ഇങ്ങനെ പഠിച്ചു പോവാം. നിങ്ങളുടെ ഇതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഓരോ സബ്ജക്ട് ടൈപ്പ് ഒക്കെ ഓരോ സബ്ജക്റ്റ് ആയിട്ടൊക്കെ റിവിഷൻ നടത്തുന്നുണ്ടാവുമല്ലോ. നമ്മൾ കുറെ ടോപ്പിക്സ് ചെയ്തിട്ടുണ്ട്. മാക്സിമം കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മള് താൻ പാതി ദൈവം പാതി നന്നായി പ്രാർത്ഥിക്കും കൂടെ ചെയ്തോളാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഭംഗിയായിട്ട് നല്ല മാർക്ക് നേടാൻ പറ്റൂ കേട്ടോ.